Hi, I'm Vinayak and this is UPSC Vault and this is second part of our previous video where we discuss questions from comments and answer them here for everyone to know. Okay. തുടങ്ങുന്നതിന് മുമ്പേ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ നെക്സ്റ്റ് വീഡിയോ ആക്കിയിട്ട് ഇടാം. അതല്ലാതെ നിങ്ങൾക്ക് ഞാൻ ഡെഫിനറ്റ്ലി പേഴ്സണലി വന്ന് മെസ്സേജ് ചെയ്തിട്ട് റിപ്ലൈസ് തരും. ഡു നോട്ട് വറി. സോ ലെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് ക്വസ്റ്റിനെ നമുക്ക് വന്നിരിക്കുന്നത് എൻവയോൺമെന്റ് എങ്ങനെ പ്രോപ്പറായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. സംഭവം പ്രത്യേകിച്ച് ഈ ശങ്കർ പോലത്തെ ബുക്കൊക്കെ 400-500 പേജസ് ആണ്. ഇത്രപാട് കാര്യങ്ങൾ നോക്കിയാൽ നമുക്ക് ഭ്രാന്തായി പോകും ഡെഫിനറ്റ്ലി. ദി ഐഡിയ ഈസ് ദാറ്റ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് ആദ്യം കണ്ടുപിടിക്കണം. PYQs എടുത്ത് നോക്കിയാൽ ഒരു 5-6 ടോപ്പിക്സ് മാത്രമേ ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ് ബേസിക് എന്ന് വരുന്നുള്ളൂ. ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആണ്. അപ്പോൾ ഈ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ നമ്മൾ എൻവയോൺമെന്റ് പഠിക്കും? നമ്മൾ എടുത്തിരിക്കുന്ന പ്രിലിംസ് ടെസ്റ്റ് സീരീസ് ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആയിക്കോട്ടെ അതിൽ നിന്ന് പഠിക്കണം. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സിൽ വന്നിരിക്കുന്ന മാഗസീനിൽ നിന്ന് വായിച്ച കാര്യങ്ങൾ നോക്കിയിട്ട് അതിൽ നിന്നും പഠിക്കണം. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിസോഴ്സ്. ഈ ശങ്കർ പോലത്തെ സംഭവങ്ങളും ബുക്കുകളും ഒക്കെ ഈസ് ഷുഡ് ഓൺലി ബി യൂസ്ഡ് ഫോർ ബേസിക് മനസ്സിലാക്കാനും കാര്യങ്ങൾ അറിയാനും. അല്ലാതെ ഒരു ബുക്ക് കംപ്ലീറ്റ്ലി എടുത്ത് പഠിക്കേണ്ട സമയം കഴിഞ്ഞു. UPSC ടെക്സ്റ്റ് ബുക്ക് വിച്ച് വൺ ബെസ്റ്റ് ടു സ്റ്റഡി വെയർ വി ഗെറ്റ്? ഓക്കെ, സ്റ്റാൻഡേർഡ് ബുക്സ് ആണ് യൂഷ്വലി പലരും പ്രിഫർ ചെയ്യുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ബുക്സ് കിട്ടും. ഫോർച്യൂൺ പോലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ നിങ്ങൾക്ക് ബുക്സ് തരും. പക്ഷേ കുറേ പേര് ഇപ്പം ഉഡാനിൻ്റെ ഈ ബുക്കുകളും പ്രിഫർ ചെയ്യുന്നുണ്ട്. PDFs പ്രിന്റ് എടുത്തിട്ട് ബൈൻഡ് ചെയ്ത് പ്രിഫർ ചെയ്യുന്നുണ്ട്. ഉഡാനെ കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എൻ്റെ മറ്റേ ടെലഗ്രാം ചാനലിൽ ഉഡാൻ്റെ PDF ഞാൻ ആക്ച്വലി കംപ്ലീറ്റ്ലി ഇത് ഞാൻ ഇട്ടിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിന്റ് എടുത്തിട്ട് നിങ്ങൾക്ക് പഠിക്കാം. പക്ഷേ ദി ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് എല്ലാവരും എന്താണോ ഫോളോ ചെയ്യുന്നത് അത് ഫോളോ ചെയ്യാന്നല്ല, നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ അത് ഫോളോ ചെയ്യുക. സ്റ്റാൻഡേർഡ് ബുക്സ് ആ വേണ്ടതെങ്കിൽ ട്രിവാൻഡ്രത്ത് പാളയം മറ്റേ ലൈബ്രറി ജംഗ്ഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ കുറേ ബുക്സ് ഉണ്ട്. സെക്കൻഡ് ഹാൻഡ് ബുക്സും യൂസ്ഡ് ബുക്സും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് കോപ്പി ബുക്സ് പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല, എന്നാൽ പോലും അവൈലബിൾ ആണ്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് വാങ്ങാം. ഓക്കെ, ബട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ എന്ന് ഒരു 1 or 2 വീക്സ് അല്ലെങ്കിൽ 1 month എടുത്താലും കുഴപ്പമില്ല. അങ്ങനെ എടുത്ത് മനസ്സിലാക്കി കംഫർട്ടബിൾ ആയതിനു ശേഷം മാത്രം വാങ്ങാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. CGL നോക്കുന്നുണ്ട് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, ഏതാണ് കോഴ്സ്? ഞാൻ CGL ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എടുത്തതിപ്പം ഈ SSC മലയാളിയുടെ കോഴ്സാണ്. ഐ ഫീൽ ലൈക്ക് അവരുടെ റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് ആണ്, നല്ല ക്ലാസ്സസ് ആണ്. ആൻഡ് പ്രോപ്പറായിട്ട് ഓൺലൈൻ അല്ലെങ്കിൽ ഫുൾ ടൈം ആയിട്ടുള്ള ഓഫ്ലൈൻ ബാച്ച് പോവുകയാണെങ്കിലും കംപ്ലീറ്റ്ലി ഓക്കെയാണ്. ഒന്ന്, അവർ സ്റ്റാർട്ട് ചെയ്തത് ഒരു കമ്മ്യൂണിറ്റി ആയിട്ടാണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടല്ല. കുറച്ച് SSC പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ കമ്മ്യൂണിറ്റി ആയി ടെലഗ്രാമിൽ ജോയിൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് എന്നിട്ട് അവർ തന്നെ സ്റ്റാർട്ട് ചെയ്ത ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് SSC മലയാളി. സോ it will definitely will not disappoint you. will not ഒക്കെ മാറി പോവുക CGL പഠിക്കാന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ഞാനൊരു ഫുൾ വീഡിയോ ആയിട്ട് എന്തായാലും ഇടും. ബിക്കോസ് ഐ ഫീൽ ലൈക്ക് ദിസ് ഇസ് എ ക്വസ്റ്റ്യൻ ടു ബി അഡ്രസ്ഡ്, ഈ PGയുടെ കാര്യം. പക്ഷേ ദ തിങ് ഈസ്, നമുക്ക് ഇപ്പം ഞാനൊരു പ്രൊഫഷണൽ കോഴ്സ് അല്ല പഠിച്ചത്. ഞാൻ BA എക്കണോമിക്സാണ് പഠിച്ചത്. ഞാനിത് PG എടുത്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ നിങ്ങൾ പറ. ആൻഡ് ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിസ്റ്ററി, പൊളിറ്റി പോലത്തെ കോഴ്സസിന് PG എടുത്തുകൊണ്ട് കാര്യമുണ്ടോ? ഐ ഡു നോട്ട് നോ. പ്രൊഫഷണലി ഇപ്പം ടീച്ചിങ് ഫീൽഡ് അല്ലാതെ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് എനിക്കറിയുന്നുണ്ട്. സോ ഐ എം കൈൻഡ് ഓഫ് ഓപ്പോസ് ടു ടേക്കിംഗ് PG. ഈ പറഞ്ഞ പോലെ അതിൽ പ്രോപ്പറായിട്ടൊരു വിഷൻ ഇല്ലാത്ത ആളുകൾ, എന്നെ പോലുള്ള ആളുകൾ. പക്ഷേ ഫോർ അതർ പീപ്പിൾ ഇറ്റ്സ് ലൈക്ക്, ഇഫ് നിങ്ങളൊരു പ്രോപ്പറായിട്ട് പ്രൊഫഷണൽ കോഴ്സാണ് PG എടുത്തു കഴിഞ്ഞാൽ ജോലി ഉറപ്പാണെങ്കിൽ ഐ വുഡ് സേ യു ഷുഡ് കൺസിഡർ, ബിക്കോസ് ഇതൊരു അൺസർട്ടൻ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. പക്ഷേ ഡെഫിനറ്റ്ലി ഒരാൾ ഫോഴ്സ് ചെയ്തുകൊണ്ട് നമുക്ക് ഇഷ്ടമില്ലാതെ എടുക്കുന്നത് ഇസ് കംപ്ലീറ്റ്ലി അൺഫെയർ. ബിക്കോസ് നമ്മുടെ താല്പര്യം എന്താണെന്നുള്ളത് നമ്മൾ അൾട്ടിമേറ്റ്ലി നോക്കണം. എങ്ങനെ നോക്കിയാലും 21 തൊട്ട് 23, 25, 28 വയസ്സ് വരെയുള്ള ആളുകളാണ് നമ്മൾ. സോ ഡെഫിനറ്റ്ലി തീരുമാനങ്ങൾ എടുക്കേണ്ടത് നമ്മൾ തന്നെയാണല്ലോ. ബട്ട് ഐ വിൽ ഡെഫിനറ്റ്ലി മേക്ക് എ പ്രോപ്പർ വീഡിയോ ഓൺ സ്ട്രക്ചർ ചെയ്തിട്ട്. സ്റ്റേ സ്ട്രോങ്, ഡു നോട്ട് വറി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ ടുഡേസ് വീഡിയോ ഈസ് ഈ ഫോർച്യൂണിൻ്റെ ഇതാണ് ഫൈൻഡറും ന്യൂസ് പേപ്പറും വീഡിയോസ് ഒക്കെ. ആക്ച്വലി ഫോർച്യൂൺ പ്രൊവൈഡ്സ് മോർണിംഗിൽ ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ വീഡിയോ ഇടും. അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ വായിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഫൈൻഡും, ആ ഫൈൻഡ് പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത ഫൈൻഡറും ഈ സാധനങ്ങളുണ്ട്. അതുപോലെ തന്നെ അവർക്ക് മന്ത്ലി മാഗസീനായ പ്രിസൈസും ഉണ്ട്. പിന്നെ ഡെയിലി ന്യൂസ് പേപ്പർ നമ്മൾ വായിക്കണം. അപ്പോൾ ഇതിൽ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സംഭവം, നമ്മൾ ഏതെങ്കിലും ഒന്ന് മാത്രമേ കറണ്ട് അഫയേഴ്സിന് ഫോളോ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ന്യൂസ് പേപ്പർ ഡെയിലി വായിക്കാം, ബിക്കോസ് റീഡിങ് കോംപ്രഹെൻഷൻ റെഡി ആകും. അതുപോലെ തന്നെ ഇതാ. പക്ഷെ ന്യൂസ് പേപ്പർ വായിക്കാൻ അറിയുന്ന ഒരാൾ ഒരു കാരണവശാലും മറ്റേ മോർണിംഗ് ക്ലാസ് കാണാൻ പോകരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മേ ബി ഫോർച്യൂണിന് സെയിം ആയ അഭിപ്രായമാണ്. നിങ്ങളൊരു 2 മണിക്കൂർ പേപ്പർ വായിച്ച് 2 മണിക്കൂർ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ 4 hours പോകും. പിന്നെ കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ടല്ല ന്യൂസ് പേപ്പർ വായിക്കേണ്ടത്, അറിയാൻ വേണ്ടിയിട്ടാണ്. പഠിക്കാൻ വേണ്ടിയിട്ട് പ്രിസൈസ് യൂസ് ചെയ്യുക. നിങ്ങൾ ഫോർച്യൂൺ സ്റ്റുഡൻ്റ് ആണെങ്കിൽ. ഫോർച്യൂൺ സ്റ്റുഡൻ്റ് അല്ലെങ്കിലും നിങ്ങൾക്ക് ഫോർച്യൂണിൻ്റെ വെബ്സൈറ്റിൽ പോയി
കഴിഞ്ഞാൽ ഇത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫ്രീ ആണ് നമ്മുടെ ഫോർച്യൂണിൻ്റെ മാഗസീൻ. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം, നിങ്ങൾ അവിടെ പോയി എടുത്താൽ മതി. ആൻഡ് മാക്സിമം ഡെയിലി കറണ്ട് അഫയേഴ്സിന് ഒരു 2 hours മാത്രം കൊടുക്കുക. 1 hour ന്യൂസ് പേപ്പർ വായിച്ചു തീർക്കുക, അടുത്തൊരു 1 hour നമ്മൾ ഈ മാഗസീൻ കുറച്ച് വായിക്കുക. അപ്പം പ്രോപ്പറായിട്ട് നമുക്ക് റിവൈസ് ചെയ്യാൻ കുറേ ഏരിയാസ് കിട്ടും. പക്ഷെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നേരത്തെ പറഞ്ഞതുപോലെ, എൻവയോൺമെൻറ്റിന് പറഞ്ഞതുപോലെ, നമുക്ക് കറണ്ട് അഫയേഴ്സ് പഠിക്കുക എന്നുള്ളതാണ് ഉദ്ദേശമെങ്കിൽ PTS-ലൂടെ പഠിക്കാം, അതുപോലെ തന്നെ ഇവർ തരുന്ന ക്വസ്റ്റ്യൻസിലൂടെ പഠിക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമുക്ക് പ്രോപ്പറായിട്ട് ഒരു ചാനൽ, ഒരു ബുക്ക് നോക്കിയോണ്ട് ഇതിൽ നിന്ന് മാത്രം വരുന്ന പറയാൻ വേണ്ടി പറ്റത്തില്ല. പക്ഷേ PTS ഈ ടെസ്റ്റ് സീരീസ് പോലത്തെ സംഭവങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ കുറേ ക്വസ്റ്റ്യൻസ് റാൻഡംലി എടുത്ത് തരുന്നതുകൊണ്ട് എവിടേക്കോ നമ്മൾ ഓർത്തിരിക്കും. അതാണ് അതിൻ്റെ മെയിൻ ഒരു ഐഡിയ. സോ ദാറ്റ്സ് ഇറ്റ്. ഐ എം വിനായക് ആൻഡ് ദിസ് ഇസ് UPSC വേൾഡ്. വീഡിയോ കുറച്ച് റഷ്യാണെന്ന് തോന്നുവാണെങ്കിൽ ഫോർഗിവ് മീ. പക്ഷേ ആളുകൾ ഈ വീഡിയോ കാണുന്നതും വളരെ കുറവാണ്. പക്ഷേ മേ ബി അവർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചാൽ ഞാൻ കുറച്ചും കൂടി പെട്ടെന്ന് പറയുന്ന, കുറച്ചും കൂടി ആളുകൾ കണ്ടാലോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഇത് കിട്ടുവാണെങ്കിലോ. സോ യാ, ടേക്ക് കെയർ, സ്റ്റേ ഹൈഡ്രേറ്റഡ്, ആൻഡ് ലെറ്റ്സ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.